വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ തിരുവചനങ്ങൾ. ഫലം തരാത്ത അത്തിമരത്തോടുള്ള സമീപനം ഇവിടെ വ്യത്യസ്തമാണ്. അത്തിക്കു വേണ്ട ശുശ്രൂഷകളൊക്കെ കൃഷിക്കാരൻ മുടക്കമില്ലാതെ ചെയ്തു. 3 വർഷവും ഫലം തന്നില്ല. ഫലം പുറപ്പെടുവിക്കാൻ 1 വർഷം കൂടി അവസരം നൽകുന്നു. എന്നിട്ടും ഫലം തന്നില്ലെങ്കിൽ തീർച്ചയായും വെട്ടും. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ പലപ്പോഴും അത്തിമരത്തോട് ഉപമിക്കുന്നുണ്ട്. യേശു ജെറൂസലേമിലേക്ക് കയറിപ്പോവുകയാണ്. അവനെ സ്വീകരിക്കാനുള്ള ശുശ്രൂഷയെല്ലാം യഹൂദ ഇസ്രായേലിന് അവൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതുവരെ മാനസാന്തരപ്പെടുന്നില്ല. എന്നാലും ജെറൂസലേം വരെ പഠിപ്പിച്ചും മറ്റു രക്ഷാകര പ്രവൃത്തികൾ ചെയ്തും ജെറൂസലേമിലേക്കുള്ള യാത്രക്കിടയിലും മാനസാന്തരപ്പെടാൻ അവസരം നൽകും. എന്നിട്ടും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും നശിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകുന്ന അവസാന അവസരമായിട്ട് നമുക്ക് ഈ ദിവസത്തെ കണക്കാക്കാം. പുതുവർഷം മാനസാന്തരത്തിൻ്റെ ദൈവിക പാത തിരഞ്ഞെടുക്കലിൻ്റെ ഒരു വർഷമാകട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും.